അപ്പം നമ്മളിന്ന് ഇവിടെ കായംകുളത്തെ സെറ്റിന് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളവിടെ വേറെ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട ഒരാൾ തോന്നിക്കുന്നത് ഞങ്ങളങ്ങ് ഫസ്റ്റ് പറയുന്നതെന്ന് പറയുമ്പോൾ മീനുകളെ കാണാനാണ് ഗൈസ്. ഇത് മൊത്തം മേളിലാണ് ഗൈസ്. കണ്ടോ അവരിന്ന് നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ അങ്ങ് പോയി. ഇവിടെ വേറൊരു മീനും കൂടെ ഉണ്ട് കേട്ടോ. ആണ്ടെ കാണാൻ കരിമീൻ പോലെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ രണ്ടെണ്ണം പോലെ ഉണ്ട് കൈ. പക്ഷെ ഇതൊന്നേ ഉള്ളു. കണ്ടാ മാജിക്. അമ്മ വാ. കുഞ്ഞു മീനുകൾ താഴെ ഉണ്ട് വലുത്. നമ്മൾ നേരത്തെ മേളിലെ കുഞ്ഞേ കണ്ടോളൂ. താഴെ കണ്ടില്ലോ പച്ച വെള്ളം പോലെ. ആ ഇത് കളർഫുൾ മീനുകൾ കണ്ടേ. മൊത്തത്തോടെ കാണിച്ചു തരാം. കണ്ടോ കുഞ്ഞു മീനുകളും വലിയ മീനുകളും. കയ്യൊന്നും വെക്കലടാ, കൊത്തു തരും. ഇവിടെ ഇനി അങ്ങോട്ട് കിളികളാണ് കൈ. എന്താന്നറിയാൻ പേ കൈസ്. ആ എലിയാണ് കൈസ്. എലി എലി അത് കണ്ടോ. ഇങ്ങോട്ടൊക്കെ കുറെ കാണുന്നുണ്ട്. അവര് വന്നില്ല. നമുക്ക് അവരെ പോയി നോക്കിയിട്ട് വരാം കൈസ്. അതാ നിൽക്കുന്ന കാശ് വരും. എന്താന്ന് ചെയ്യുന്നമ്മ? അതുകൂടെ വീഡിയോ എടുക്കും. നമ്പർ അപ്പൊ അമ്മയുടെ വീഡിയോ എടുക്കാൻ പോണ കേട്ടോ. കാശ് അപ്പൊ ഇത് മഞ്ഞക്കിളി. പേരെന്ന് പറഞ്ഞോടാ ഒന്നിന്റെ. ഒന്നിന്റെ പേരെനിക്കൊന്നും അറിഞ്ഞൂടാ. ഇത് വെള്ളക്കിളി. അടുത്ത നീലക്കിളി. ൂമനാണോ നമ്മളവിടെ വന്ന ഉള്ളു ഉള്ളു. പേരൊന്നും ഇവിടെ ഏരിയൊന്നും വെച്ചിട്ടില്ല. എലി എലി ഇവിടെ വെള്ള കുഞ്ഞൊന്നും എലികൾ. ഇതെന്തോന്ന്? ആ മറ്റേ മുള്ളൻ. മുള്ളമഞ്ഞൊന്നുമില്ല. മുള്ളുള്ള മറ്റേത്. ഹായ് തത്ത. പാരറ്റ്. ഇത് കൊള്ളാൻ കൈസ്. നല്ല കിളി. തത്ത നല്ല തത്ത. പാനി അടുത്ത കാണുമ്പോ അടുത്തതാ ഇവിടെയാ. ഇവിടെ കൊറേ ഉണ്ട് കേട്ടോ കൈസ്. നീലുണ്ട്, കൊറേ ഉണ്ട്. ആ ഇത് ലവ് ബേർഡ്സ്. ഇതൊക്കെ ഇരിക്കുന്ന നോക്കിയാണ്. ഇത് വേണ്ട. ഇത് വിഷം വെച്ചിരിക്കുന്ന ആരും കൂടെ ഇല്ല കൈപ്പാവാം.
വിഷമിച്ചിരിക്കണം ഗൈസ്, കളിക്കാൻ ആരുമില്ല. ഇതിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ട്? ഇതിൻ്റെ കൂടെ 2 പേരുണ്ട് ഗൈസ്. കാണാൻ ഒരാളെ പോലെ ഉള്ളു. അടുത്ത റെഡാണ് ഗൈസ്. അപ്പം ഞാൻ വന്ന് വീഴാൻ പോയി. നല്ല റെഡ് കിളി ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഗൈസ്. അടുത്ത ഇത് കാണാൻ കഴിയും കേട്ടോ ഗൈസ്. ഞങ്ങളുടെ കോഴി സെക്ഷനാണ് ഗൈസ്. ഇനി നമുക്ക് ഇവരോടൊപ്പം വാ. നല്ല പുലിയെ പോലെ കിടക്കുന്നുണ്ട് ഗൈസ്. 2 എണ്ണം ഉണ്ട്. ചവിട്ടി കിടക്കാൻ പോകും. ഇപ്പൊ ഞാൻ വീഴാൻ പോയി ഗൈസ്. ഇവിടെ മേളിലൊരു കോഴിയുണ്ട് കേട്ടോ. ഇവിടെ ബീച്ചുമാണ് ഗൈസ്. ഇത് നമ്മൾ വേഗം കാണിച്ചു പോവുകയാണ് ഗൈസ്. നമ്മൾ ഗെയിമിൽ കയറാനായിട്ട് കേട്ടിട്ട് ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഗൈസ് അണ്ണാൻ കുഞ്ഞ് ആ തൊട്ടിലൊന്നുണ്ട് ഗൈസ്. കേട്ടാ നല്ല തൊട്ടിൽ കേട്ടാ. ഇവിടെ ഒന്നുമില്ല. ഇനി അങ്ങോട്ടൊന്നുമില്ല. കണ്ടോ ഇതിനെ കണ്ടോ ഗൈസ്. ആ പാമ്പ് മാമൻ ഗൈസ്. ആ മാമൻ പാമ്പിന്റെ അടുത്തേക്ക് നോക്കണം ഗൈസ്. ഓന്ത് പാമ്പ് കണ്ടോ ഇത് കൊക്ക്. ഇതുണ്ട് എവിടെ ഒരാൾ കണ്ടോ. ഇവിടത്തെ ഒരാളൊക്കെ ഉണ്ടോ. റോഡ് വീലറിനെ കണ്ടോ. ഇത് വെറുതെ കറങ്ങി കളിക്കാൻ പോയി നോക്കി കുറയ്ക്കാത്ത. പ്രാക്ടീസ് ചെയ്യാൻ പോണത് ഇതാണ് ഗൈസ്. അപ്പം ഇതാണ് എറിയാൻ പോകുന്നത്. മോർണിംഗ് മാറി അതിൽ 6 എണ്ണം.
അവനെ വെറുതെ കാഴ്ചകളേട്ടാ ഗായ്സ് എൻ്റെ ഓവർ കഴിഞ്ഞ് ഇനി അടുത്ത ചെറുക്കൻ്റെ ആണ് കാരണം അടുത്ത ഇവൻ്റെ അവറിന് അവൻ വീഴ്ത്തി ഗൈസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഞാൻ എറിഞ്ഞപ്പോഴേ ആറായിരുന്നു എനിക്ക് എത്ര ഗൈസ് ഇത് 30 രൂപയാണ് ഇനി 6 ഉണ്ട് അച്ഛാ ഞാൻ ഒന്നും കൂടെ എറിഞ്ഞോട്ടാ അച്ഛാ ഞാൻ ഒന്നും കൂടെ എറിഞ്ഞോട്ടാ നമ്മളാദ്യം കളിക്കുന്നില്ല ഗൈസ് നമ്മൾ ഗെയിം കളിക്കാൻ പോകും വാ റൈഡിലൊക്കെ കയറാൻ പോകും അപ്പോൾ സാർ മഴ പൊടിയുന്നു ഇതിലെ കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ വേഗം ഓടിയാലോ ഒറ്റ ഓട്ടൽ ഓടിയാലോ മഴ പൊടിയുന്നുണ്ട് നമുക്ക് ഓടാം ആ സൈഡ് പിടിച്ചേ സൈഡിൽ കൂടെ പോകുമ്പോൾ കുഴപ്പമില്ലേ നല്ല സർക്കലുണ്ട് കഴിക്കാണ്ട് ഞാൻ സർക്കിലൊക്കെ പോകണുണ്ട് നമുക്കിവിടെ നടക്കേണ്ട ആവശ്യം കാണൂല അവിടെ കുഴിയുണ്ട് തോന്നോണ്ട് നമ്മളങ്ങ് ഇറങ്ങി അവിടെ നമ്മൾ പാർക്കിലോട്ട് കയറാൻ പോയത് ആ വണ്ടി കയറിയല്ലോ റൗണ്ടിൽ ഇത് പിന്നെ കയറാം നമുക്ക് അതിൽ കയറി കയറാം നമ്മളിങ്ങ് വന്നു ഇവരൊക്കെ ഇവിടെ അപ്പം നമ്മൾ പടി കയറാണ് ഗൈസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ കയറുന്നത് ഗൈസ് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എവിടെ കയറാ നടുക്ക് കൊള്ളൂല നടുക്ക് എക്സ്പീരിയൻസ് ആണല്ലോ ഞാൻ മേളിൽ പോണു വാടാ നമ്മൾ ഒറ്റയ്ക്കുള്ളു നടുക്ക് വേണ്ട പേടി പേടി പേടി
ഉള്ളു. അങ്ങോട്ടില്ല അവരവിടെ നിൽക്കൊണ്ട് കണ്ട കാണാൻ പറ്റില്ല ബോർഡിന്റെ അവിടെ. അപ്പൊ നമുക്ക് ഇറങ്ങിയിട്ട് വരാം ഗൈസ്, കളിച്ചിട്ട് വരാം. നമ്മളങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി വന്ന് എന്താ പോലെ വല്ലാത്തൊരു ഇതായി പോയി. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെ ഇപ്പൊ ഇടിക്കുന്നു. എങ്ങനെയുണ്ടോ നിന്റെ എക്സ്പീരിയൻസ്? എന്റെ മോനെ ഇനി ഒരിക്കലും ഞാൻ അതിനകത്ത് കേറത്തില്ല. ഇനി നമ്മൾ അടുത്ത സിനിമയ്ക്ക് പോവുകയാണ് ഗൈസ്. അപ്പം തിയേറ്ററിൽ പോയിട്ട് കാണാം. ബൈ. അപ്പം നമ്മൾ പടി കയറിയാണ് ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ കയറുന്നത് ഗൈസ്. നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എവിടെ കയറാ? നടുക്ക് കൊള്ളൂല, നടുക്ക് എക്സ്പീരിയൻസ് ആണല്ലോ. ഞാൻ മേളിൽ പോണു, വാടാ. നമ്മൾ ഒറ്റയ്ക്കുള്ളു, നടുക്ക് വേണ്ട. പേടി പേടി പേടി. നമ്മളിവിടെ ഇരിക്കുന്നേ ഉള്ളു. അങ്ങോട്ടില്ല അവരവിടെ നിൽക്കൊണ്ട് കണ്ട കാണാൻ പറ്റില്ല ബോർഡിന്റെ അവിടെ. അപ്പൊ നമുക്ക് ഇറങ്ങിയിട്ട് വരാം ഗൈസ്, കളിച്ചിട്ട് വരാം. നമ്മളങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി വന്ന് എന്താ പോലെ വല്ലാത്തൊരു ഇതായി പോയി. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെ ഇപ്പൊ ഇടിക്കുന്നു. എങ്ങനെയുണ്ടോ നിന്റെ എക്സ്പീരിയൻസ്? എന്റെ മോനെ ഇനി ഒരിക്കലും ഞാൻ അതിനകത്ത് കേറത്തില്ല. ഇനി നമ്മൾ അടുത്ത സിനിമയ്ക്ക് പോവുകയാണ് ഗൈസ്. അപ്പം തിയേറ്ററിൽ പോയിട്ട് കാണാം. ബൈ ഗൈസ്. അപ്പം നമ്മളങ്ങനെ തിയേറ്റർ എത്തി. തിയേറ്ററിൻ്റെ പേര് രശ്മി ഹാപ്പി ഹോം എന്നാണ്. അപ്പം നമുക്ക് എത്തി. മേലിലോട്ട് നോക്കുന്നത് മേളിലല്ലേ പേര് എഴുതുന്നു. ഗൈസ് നമ്മൾ ഗേറ്റൊക്കെ കയറി. ഇനി നമുക്ക് പോയി ടിക്കറ്റ് എടുക്കണം ഗൈസ്. ടിക്കറ്റ് നമ്മൾ ബുക്കൊന്നും ചെയ്തില്ല. അച്ഛനും അപ്പൂപ്പനും കൂടെ ഇങ്ങനെ എത്തി. ഗൈസ് നമ്മൾ കാണാൻ വന്ന സിനിമയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സിനിമ തിരഞ്ഞെടുത്തിട്ട് വരാം. വികാരത്തിന്റെ പടവുകൾ കയറിയ ശേഷം നാടിനെയും ജനങ്ങളെയും മറന്നുപോയവരെ കേവലം ഒരു വിരൽത്തുകൊണ്ട് നിശബ്ദരാക്കാനുള്ള ഈ അവസരം സമർത്ഥമായി വിനിയോഗിച്ചുകൊണ്ട് ജന്മനാടിനെ അപ്പം നമ്മൾ ഗൈസ് തിയേറ്ററിൽ കയറി ഇതിട്ടാണ് സിനിമ ഒന്നും തുടങ്ങിയില്ല ഗൈസ്. നമ്മൾ കാണാൻ വന്ന ഏത് സിനിമ? ഇഷ്കിണ്ട കാലമാണ് ഗൈസ്. അതെ, ആ സിനിമ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം സിനിമ തുടങ്ങാൻ എത്ര മിനിറ്റ് ചേച്ചി?
5 മിനിറ്റ് 5 മിനിറ്റും കൂടെ ഉള്ളത്. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ സിനിമ കാണാൻ വന്ന സിനിമ വീഡിയോ എടുത്തെന്ന് പറയുന്നത് ഇത്തിരി എടുക്കുകയാണ്. അപ്പം നമ്മൾ നിർത്തിയാണ് വീഡിയോ. അപ്പം നമ്മളെ കാണാൻ വന്ന സിനിമയുടെ പേരിതാണ് കിഷ്കിടകാടം. ഓക്കെ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണേ. അപ്പം നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.